പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. നല്ലവനല്ലോ യേശു നല്ലവനല്ലോ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. ശക്തനായവൻ സങ്കേതമായവൻ, ഘോരവൈരിയൻ കയ്യിൽ നിന്നും വിടുവിച്ചവൻ. ശക്തനായവൻ സങ്കേതമായവൻ, ഘോരവൈരിയൻ കയ്യിൽ നിന്നും വിടുവിച്ചവൻ. നല്ലവനല്ലോ യേശു നല്ലവനല്ലോ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. എന്റെ ശരണമായവൻ കൂടെയുണ്ടല്ലോ. മരണം എന്നെ കീഴ്പ്പെടുത്തില്ല, എന്റെ ശരണമായവൻ കൂടെയുണ്ടല്ലോ. അവൻ കരുതിക്കൊള്ളും, അവൻ നടത്തിക്കൊള്ളും, അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത്. യേശു കരുതിക്കൊള്ളും, യേശു നടത്തിക്കൊള്ളും, യേശു നല്ലവനല്ലോ ദയ എന്നുമുള്ളത്. നല്ലവനല്ലോ ദൈവം നല്ലവനല്ലോ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. നല്ലവനല്ലോ യേശു നല്ലവനല്ലോ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Psalm 73 verse 24. You shall guide me with thy counsel. നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും. ഞങ്ങൾ പാറയും വീണ്ടെടുപ്പാനുമായ കർത്താവേ, ഞങ്ങളുടെ അധരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ദൈവമേ ഞങ്ങളെ സഹായിക്കും. അവിടുന്ന് പ്രകാരം ചെയ്യുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. 73-ാം സങ്കീർത്തനം 23-24 വാക്യങ്ങൾ. എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കലിരിക്കുന്നു, നീ എന്നെ വലം കൈ പിടിച്ചിരിക്കുന്നു, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. ആമേൻ. ദൈവത്തിന്റെ കരം കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന സകലത്തിലും ദൈവത്തിന്റെ കരമുണ്ടെന്ന് വിശ്വസിക്കും. നാം അനുഭവിക്കുവാൻ പോകുന്ന നിത്യ തേജസ്സിനെ ഓർത്താൽ ഈ ലോകത്തിലെ ദുരിതങ്ങൾ ഒന്നും സാരമില്ല എന്ന് അവർ വിശ്വസിക്കും. റോമർ 8-ാം അധ്യായത്തിന്റെ 31-ാം വാക്യത്തിൽ ദൈവത്തിന്റെ വചനം ഇങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാർ. If God is for us, who can be against us? ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും നമ്മുടെ കരം പിടിക്കുന്നവനാണ് ദൈവമെന്ന വിശ്വാസം പ്രതിസന്ധികളിൽ വഴുതി വീഴാതിരിക്കാൻ നമ്മെ സഹായിക്കും. ഒരു അഗ്നിജ്വാലയ്ക്കും അവരെ കത്തിച്ചു കളയുവാനോ ഒരു വെള്ളത്തിനും അവരെ മുക്കിക്കളയുവാനോ സാധ്യമല്ല. അവർ തഴച്ചു വളരുന്ന ഒലിവ് വൃക്ഷം പോലെ ഇരിക്കും. നോഹയുടെ വെള്ളപ്പൊക്കക്കാലത്ത് 40 രാവും 40 പകലും മഴ പെയ്തു. പിന്നീട് വെള്ളം താഴുന്നുവോ എന്നറിയുവാൻ പുറത്തുവിട്ട പ്രാവ് കൊത്തിക്കൊണ്ടുവന്നത് പച്ചയായ ഒരു ഒലിവ് ഇലയാണ്. സകല മനുഷ്യരും മൃഗങ്ങളും മരങ്ങളും കടപുഴകി വീണപ്പോഴും ഒലിവ് വൃക്ഷം വീഴാതെ നിന്നു. അടിക്കടി സഹനങ്ങൾ വരുമ്പോഴും ആഴമായ വെള്ളത്തിൽ മുങ്ങിക്കിടന്നപ്പോഴും സകല തായ്വേരുകളും ചീഞ്ഞു പോയപ്പോഴും നിന്നെ നശിക്കാതെ തളിർത്ത് നിർത്തിയത് ദൈവം കരങ്ങൾ പിടിച്ചതുകൊണ്ട് മാത്രമാണ്. മറ്റുള്ളവർ തകർക്കാൻ നോക്കിയപ്പോഴും ഒറ്റപ്പെടുത്താൻ നോക്കിയപ്പോഴും അപവാദങ്ങൾ പറഞ്ഞു പരത്തിയപ്പോഴും വേദനിപ്പിച്ചപ്പോഴും രോഗങ്ങളാൽ വലഞ്ഞപ്പോഴും വീണുപോകാതെ തളിർത്ത് നിൽക്കുന്ന ഒലിവ് വൃക്ഷമായി നമ്മെ നിർത്തിയത് ദൈവം അനുകൂലമായത് കൊണ്ടും മാത്രമാണ്. വെള്ളത്തിൽ മുങ്ങിപ്പോകാതെ അഗ്നി തൊടാതെ ദൈവം കണ്ണിന്റെ കൃഷ്ണമണി എന്ന പോലെ നമ്മെ നടത്തുന്നു. എല്ലാം പ്രതികൂലമാകുമ്പോഴും അനുകൂലമായി നിൽക്കുന്ന ദൈവകരം കാണാതെ പോകരുത്.
കാണാതെ പോകരുത്. നമുക്ക് സകലത്തിനും പരിമിതികളുണ്ടാകാം, എന്നാൽ പരിമിതികളില്ലാത്ത ദൈവം നമുക്ക് അനുകൂലമായി കൂടെയുണ്ട്. സംഗീത പ്രമാണിയായ ആസഫ് കരം പിടിച്ചവന്റെ മഹത്വം വിവരിച്ചത് ഇപ്രകാരമാണ്. സങ്കീർത്തനങ്ങൾ 73 അതിൻ്റെ 23-24 വാക്യം കുറിവാക്യമായിട്ട് നമ്മൾ വായിച്ചത്. എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കലിരിക്കുന്നു, നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. ഈ ലോകത്തിൽ എന്തെല്ലാം പ്രതികൂലങ്ങളും വന്നുകൊള്ളട്ടെ, അവയ്ക്കൊന്നും നമ്മെ ദൈവസ്നേഹത്തിൽ നിന്ന് പിന്തിരിപ്പാൻ സാധ്യമല്ല. ആരോഗ്യമുണ്ടായാലും ഇല്ലെങ്കിലും, ജോലി ഉണ്ടായാലും ഇല്ലെങ്കിലും, സന്തോഷത്തിലും സന്താപത്തിലും ഏത് സാഹചര്യത്തിലും ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുമെന്ന് തീരുമാനിക്കണം. പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. റോമർ 8:35. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും നമ്മെ വേർതിരിക്കുന്നത് ആർ? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ ഒരു പ്രതികൂലവും നമ്മെ ബാധിക്കുകയില്ല. അതിനാൽ നമുക്ക് ഉറച്ച് ഹൃദയം തുറന്ന് പറയാം. റോമർ 8:39. ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. വിശുദ്ധ പൗലോസിനെ പോലെ ആ ഒരു ഹൃദയ നിശ്ചയത്തോടുകൂടി ദൈവം നമുക്കായി തന്നിരിക്കുന്ന ഈ കൊച്ചു ജീവിതം സന്തോഷത്തോടെ ഓടിത്തീർക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കരുണാസമ്പന്നനായ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ആയുസിന്റെ ഒരു ദിനം കൂടെ കാണുവാൻ സ്വർഗം ഞങ്ങളെ ആകർഷിച്ചടിപ്പിച്ചതിനായി സ്തോത്രം. കഴിഞ്ഞ രാത്രിയിലെ ഉറക്കത്തിൽ ഉറങ്ങാതെ മയങ്ങാതെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞങ്ങളെ കാത്തു പരിപാലിച്ചതുകൊണ്ട് ആരോഗ്യത്തോടെ ഉണരുവാനും പ്രഭാതത്തിൽ തിരുമുഖം കണ്ട് ഉണരുവാനും ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. അവിടുത്തെ പ്രാകാരങ്ങളിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളെ വീണ്ടും ആകർഷിച്ചടിപ്പിച്ചതിനായി സ്തോത്രം. ഉന്നതത്തിലെ ദർശനങ്ങൾ വ്യക്തമായി സ്പഷ്ടമായി ഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം പൂർത്തീകരിക്കുവാൻ പരിശുദ്ധാത്മാവ് ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും കുടുംബമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, കൂട്ടായ്മയായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും അവിടുത്തെ സന്നിധിയിൽ പറയുന്നതിന് മുമ്പ് ഇന്നതെന്നറിഞ്ഞ് ഞങ്ങളെ അനുഗ്രഹിച്ച് ഇത്രത്തോളം വഴി നടത്തുന്ന അപ്പാ, അവിടെ നൽകുന്ന എല്ലാ നന്മകൾക്കുമായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സകല ഭാരവും നിന്റെ മേൽ വയ്ക്കുന്നു. അവിടെ ഞങ്ങൾക്കായി കരുതുന്നതിനായി നന്ദി പറയുന്നു. അവിടുന്ന് സൗഖ്യദായകനാണല്ലോ. അവിടുത്തെ അടിപ്പിണരുകളാൽ പൂർണ്ണ സൗഖ്യം വന്നുമിരിക്കുന്നതിനായി സ്തോത്രം. ദൂരത്തും ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ബന്ധുമിത്രാദികൾ അവിടുത്തെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കരയിലൂടെയും ജലത്തിലൂടെയും ആകാശമാർഗത്തിലൂടെയും സഞ്ചരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കും. അവിടുന്ന് ആശ്വാസദായകനാണല്ലോ. പ്രകൃതിക്ഷോഭത്തിൽ വേദന അനുഭവിക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങൾ ഞങ്ങൾക്ക് ചുറ്റുമുണ്ട് കർത്താവേ. വയനാട്ടിൽ നടന്ന പ്രകൃതിക്ഷോഭത്തിൽ അനേക മക്കൾ കർത്താവേ വേദന അനുഭവിക്കുന്നവരുണ്ട്. അവരെ എല്ലാ ഈ സമയത്തോർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ മക്കൾക്ക് ആവശ്യമായ നന്മകളാൽ അവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് ആശ്വസിപ്പിക്കുവാൻ പരിധിയുണ്ട്, എന്നാൽ അവിടുന്ന് മാത്രമാണല്ലോ ആശ്വാസദായകൻ. മക്കളുടെ ആഗ്രഹങ്ങൾ അറിഞ്ഞ് ആശ്വാസത്തിന്റെ കരം ഓരോ മക്കളുടെ മേൽ വയ്ക്കണമേ. കർത്താവെ, അവരെ സഹായിക്കാനായി കടന്നു വന്നിട്ടുള്ള ഓരോ പ്രവർത്തകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നല്ല ആരോഗ്യം കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ. സകല സാംക്രമിക രോഗങ്ങളിൽ അവരെ വിടുവിക്കണമേ. കർത്താവെ, ക്യാമ്പുകളിൽ കഴിയുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ പരിശുദ്ധ രക്തം കവർ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആ ക്യാമ്പിൽ ഒരു ദുഷ്ടശക്തിയും അടുക്കാതെ, ഒരു സാംക്രമിക രോഗം തൊടാതെ മക്കളെ ഓരോരുത്തരെയും തിരുരക്തം കവർ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരിക്കൽ കൂടി കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന മക്കളെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവർക്കെല്ലാം അവിടുന്ന് തക്ക സമയത്ത് ഉത്തരം കൊടുത്ത് മാനിക്കുന്നതിനായി നന്ദി പറയുന്നു. ഇപ്പോഴും പിതാവേ, അവിടുത്തെ പുത്രൻ മുഖാന്തരം ഞങ്ങൾക്ക് തരുന്ന ഉത്തരത്തിനായി, മറുപടിക്കായി, വിടുതലിനായി നന്ദി പറയും. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ നന്ദിയപ്പ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.
ഇഹത്തിലെ കഷ്ടത തീർത്തിടുവാൻ പ്രിയൻ വന്നിടുമേ, വാനിൽ വന്നിടുമേ. ഇഹത്തിലെ കഷ്ടത തീർത്തിടുവാൻ പ്രിയൻ വന്നിടുമേ, വാനിൽ വന്നിടുമേ. പ്രത്യാശയോടെ ഞാൻ കാത്തിരിക്കുന്നേ, എൻ്റെ പ്രിയനെ വേഗം വന്നിടണേ. പ്രത്യാശയോടെ ഞാൻ കാത്തിരിക്കുന്നേ, എൻ്റെ പ്രിയനെ വേഗം വന്നിടണേ. നല്ലവനല്ലോ ദൈവം, നല്ലവനല്ലോ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. നല്ലവനല്ലോ യേശു, നല്ലവനല്ലോ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. ശക്തനായവൻ, സങ്കേതമായവൻ, ഘോരവൈരിയൻ കയ്യിൽ നിന്നും വിടുവിച്ചവൻ. ശക്തനായവൻ, സങ്കേതമായവൻ, ഘോരവൈരിയൻ കയ്യിൽ നിന്നും വിടുവിച്ചവൻ. നല്ലവനല്ലോ യേശു, നല്ലവനല്ലോ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ.